എടി പുഷ്പേ, നമുക്ക് കോഴി വേണ്ട. എന്നാ ആ കൂടോത്രം ഗീതയ്ക്ക് കൊടുത്തേരി. കോഴി വേണ്ട, അവൾക്ക് കൊടുത്തേക്കാൻ. അതെങ്ങനെയാ അമ്മ ശരിയാവുന്നത്? അമ്മ കോഴിയെ വളർത്താൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവളോട് വിളിച്ചു പറഞ്ഞു, എടി അത് അമ്മയ്ക്ക് കൊടുത്തേക്കാൻ എനിക്ക് തരുന്നില്ല. അത് വേണ്ട, കൊടുത്തേരി. അല്ല, നിങ്ങൾ ഈ നേരം നേരം വാക്ക് മാറ്റുന്ന പോലെ വാക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിയില്ല. എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. ഓ, നീ വലിയ ശീലാവതിയാണല്ലോ. ഞാൻ പറയുന്ന വാക്കാ ഇവിടെ വില. ഇനി ഞാൻ എന്തായാലും കോഴിയെ വളർത്തും. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അതിന് നിങ്ങളുടെ സമ്മതം ആർക്കാ വേണ്ടേ? നിനക്ക് കോഴിയെ വളർത്തണമെന്ന് ഇത്ര നിർബന്ധം എന്താന്നേ? എനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് കാര്യം പിടികിട്ടി. എടി, കോഴിപ്പനി വന്ന് ഞാൻ തട്ടിപ്പോയിട്ട് ഈ സ്വത്തല്ല നീ എനക്ക് ഒറ്റയ്ക്ക് കയ്യേറാനല്ലേ അല്ലേടി? നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങി അമ്മ. തുടങ്ങിയോ? നടക്കില്ല. ഈ സരസ്വതി അമ്മ ഉള്ളിടത്തോളം കാലം നടക്കില്ല. അതിന് നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? ഇല്ലേ? ഇല്ല. ഒക്കടെ മനസ്സിരിപ്പും ഉള്ളല്ലോ. ഇത് എല്ലാത്തിനും ഞാൻ ഇവിടുന്ന് പടിയാറും. എന്തിന്? കോഴി ഇവിടെ കൊണ്ടുവന്ന ഞാൻ പോയിട്ട് നിങ്ങളുടെ മോനോട് ചോദിക്കട്ടെ, കോഴിക്കൂടിന്റെ കാര്യം എന്തായിരുന്നു? രാത്രിയാകുമ്പോൾ അതുങ്ങളെല്ലാം പിടിച്ചിട്ട് കൂട്ടിലിരുത്തണ്ടേ? നിന്നെ കൂട്ടിലിരുത്തും ഞാൻ. കോഴിയെ കൊണ്ട് വന്നേക്ക് വരുത് കേട്ടോ. കുന്നത്തെ കൊന്നയ്ക്കും പൊന്മോതിരം പണ്ടേതോ അളിയാ ഇടാ വേണ്ട, കോഴിക്കൂട് വേണ്ട, തെറി പറയാതെ. എടേ, ആദ്യം പുഷ്പ പറഞ്ഞു കോഴിയെ വളർത്തണം, ഞാൻ നിന്നോട് പറഞ്ഞു കോഴിക്കൂട് പണിയാൻ. ഉടനെ അമ്മ പറഞ്ഞിട്ട് പറഞ്ഞു കോഴിയെ വളർത്തണം. അതാ ഞാൻ വിളിച്ച് ക്യാൻസൽ ചെയ്തത്. ഇപ്പൊ തിരിച്ചും വീണ്ടും എനിക്ക് വയ്യ. അളിയാട് ഞാൻ എന്തോ ചെയ്യാനടേ? നീ എന്നെ തെറി പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? എടാ പ്ലീസ് എടാ, ക്യാൻസൽ ചെയ്യടാ. ഓക്കെ ഓക്കെ. അല്ല, നമ്മളെ കോഴിക്കൂടിന്റെ കാര്യം എന്തായി? കോഴിക്കോടിന്റെ കാര്യം അല്ല, കൂട്. കോഴിയുടെ കാര്യം കോഴിക്കൂടിന്റെ കാര്യം മിണ്ടിപ്പോരും. ഞാൻ കാലവരെ നിലത്തിട്ടിരിക്കുന്നു. കണ്ടോടി എൻ്റെ മോൻ. എൻ്റെ മോനല്ല, മാഡത്തിനോടും കൂടെ ചേർത്താ പറയുന്നത്. നീ കോഴിയെ വളർത്തുന്നില്ലെന്ന് പറഞ്ഞിട്ട്? പക്ഷെ ഞാൻ ഇപ്പം തീരുമാനം മാറ്റി. ഞാൻ സമ്മതിക്കില്ലടി. എനിക്ക് കോഴിയെ വളർത്തിയേ പറ്റുവേ. എനിക്ക് കോഴിയെ വളർത്തണ്ടല്ലോ. എന്തോന്നാ ഇത് രണ്ടും കൂടെ? ലോകത്ത് ഇങ്ങനത്തെ മനുഷ്യർ കാണത്തില്ല കേട്ടാ. അതിന് ഞാനെന്തോ ചെയ്തു? എല്ലാത്തിനും കാരണം നിന്റെ പെണ്ണുമ്പിളിയാ. അയ്യോ അല്ലേ, നിങ്ങൾ രണ്ടുപേരുമല്ല, ഞാനാ. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. നിങ്ങൾ ഓരോ കോമാളിത്തരം കാണിക്കും, അവസാനം ആ കുറ്റം മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. ആദ്യം ഇവിടെ വന്നിട്ട് പറഞ്ഞു എനിക്ക് കോഴിയെ വളർത്തണം. ഉടനെ ഞാൻ വേണുക്കുട്ടനെ വിളിച്ചു പറഞ്ഞാൽ അളിയാ കോഴിക്കൂട് ഉണ്ടാക്കി. ഉടനെ അമ്മ ഉറഞ്ഞു തുള്ളിക്കൊണ്ടല്ലേ വന്നത്. ഇവിടെ കോഴിയെ വളർത്താൻ പറ്റില്ല, ഞാൻ വിളിച്ചത് ക്യാൻസൽ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ തന്നെ വന്നിട്ട് പറഞ്ഞു കോഴിയെ വളർത്തണം. വീണ്ടും വേണുക്കുട്ടനെ വിളിച്ചടാ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഇപ്പത് ഇവക്ക് പറ്റില്ല എന്ന്. ഇതെന്തോന്നായി? ലോകത്തിൽ ഇത്രയും വാക്കിന് വ്യവസ്ഥയില്ലാത്ത ജീവജാലങ്ങൾ നിങ്ങൾ രണ്ടുപേരും മാത്രമേ കാണുള്ളൂ കേട്ടാ. എനിക്കിനി സൗകര്യമില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് തുള്ളാം. നിങ്ങൾ എന്താ ചേച്ചി? വാക്കിന് വ്യവസ്ഥിതി കാണുന്ന ഒരു മോൻ. നിങ്ങളുടെ മോനല്ലേ അത്രേ വില കാണത്തുള്ളൂ. നിന്റെ കെട്ടിയോനല്ലേ? എന്റെ കെട്ടിയോനാണെങ്കിലും അമ്മയുടെ ഗുണം കിട്ടത്തുള്ളൂ, എന്റെ ഗുണം കിട്ടത്തില്ല. എന്റെ മോനെ എന്റെ കൂടെ ആയിരുന്നപ്പോ നല്ല ഗുണത്തിലൊക്കെ ഞാൻ അവനെ പഠിപ്പിച്ചുവിട്ട്. നിന്റെ കൂടെ എന്ന് കൂടിയോ അന്ന് അവൻ നശിച്ചു. അമ്മ വെറുതെ അടിക്ക് നിക്കല്ലേ. അടിക്ക് നിക്കല്ലേ. നീ എന്താ എന്നെ മാത്രം കിടന്ന് ഉറഞ്ഞു കൊള്ളുന്നു? ഞാൻ ഉറഞ്ഞു തൊള്ളും ചെയ്യും, കോഴിക്കളെ വളർത്തുകയും ചെയ്യും. കോഴിയെ വളർത്തും. നീ ഒരു കാര്യം ചെയ്യടി, ഒരു കോഴിയില്ലേ ഒരു കോഴിയും പിടിച്ച് ഒരു കയ്യിലൊരു കൊടുവാളും പിടിച്ചോണ്ട് തുള്ളിക്കോ ഇരുന്നുണ്ട്. കിടന്ന് നിങ്ങൾ തുള്ളു. തുള്ളിക്കോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ. വേണമെങ്കിൽ ഈ ചുമന്നയും കൂടെ മാച്ച്. നീ കോഴിയൊന്ന് വളർത്ത് കാണിച്ചു തരാം ഞാനങ്ങ്. കോഴിയെ വളർത്തുന്നു. അതിനാര് വളർത്തുന്നു? ഞാൻ ഇതൊക്കെ കൊടുക്കും. രണ്ടും കൂടി എന്റെ പുറകെ കുറച്ച് സമയം നടക്കട്ടെ.